സാങ്കേതികമായി റണ്ണറപ്പെങ്കിലും ആരാധക മനസ്സുകളിൽ ചാമ്പ്യന്മാരായി തന്നെയാണ് കേരള ടീം നാട്ടിലേക്ക് മടങ്ങിയെത്തിയത്. പരാജയമറിയാത്ത ഒരു സീസൺ. കേരള ക്രിക്കറ്റ് ടീം ഇന്ത്യൻ ക്രിക്കറ്റിലെ വൻ ശക്തികളിൽ ഒന്നായി മാറിക്കഴിഞ്ഞു. ആരും ഭയക്കുന്ന, ആരെയും ഭയക്കാത്ത സംഘം. ചാർട്ടേഡ് വിമാനത്തിൽ വിദർഭയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന ടീമിന് ആരാധകരും ക്രിക്കറ്റ് അസോസിയേഷനും നൽകിയത് ആവേശകരമായ സ്വീകരണം. ആർത്തുവിളിച്ച് ആരാധകർ, സ്നേഹപ്രകടനങ്ങളിൽ വീർപ്പുമുട്ടി അഭിമാന താരങ്ങൾ. കൈയകലത്ത് നഷ്ടപ്പെട്ട കിരീടം അടുത്ത സീസണിൽ നേടിയെടുക്കുമെന്ന് നാടിനും ക്രിക്കറ്റ് ആരാധകർക്കും ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെ ഉറപ്പ്. ചെറിയ സങ്കടമുണ്ട് നമുക്ക് ആ ഒരു റണ്ണർസപ്പ് ആയാലും, പക്ഷേ എല്ലാം ഹാപ്പനിങ് ഫോർ ഗുഡ്. എല്ലാത്തിനും അതേ സമയമുണ്ട്. നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ അടുത്തൊരു ഗോൾ എന്ന് പറയുന്നത് വിൻ ചെയ്ത് രഞ്ജി ട്രോഫി, ആ ഒരു ഡൊമസ്റ്റിക് കപ്പ് നമുക്ക് കേരളത്തോട് ഇതുപോലെ കൊണ്ടുവരണം തന്നെയാണ്. സച്ചിന്റെ ഫോട്ടോ കാണണം, കപ്പ് കിട്ടിയപ്പോഴും ഒരു ഫോട്ടോ. തീർച്ചയായിട്ടും ഗോഡ് ബ്ലെസ്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആസ്ഥാനത്തും വലിയ സ്വീകരണമാണ് താരങ്ങൾക്കൊരുക്കിയത്. സംസ്ഥാന സർക്കാരും കേരള ക്രിക്കറ്റ് അസോസിയേഷനും ചേർന്ന് താരങ്ങൾക്ക് സ്വീകരണം നൽകും. ന്യൂസ് 18 തിരുവനന്തപുരം. ഹരി തുടരുന്നുണ്ട്. ഹരി, മറ്റേതൊരു കായിക വിനോദത്തെക്കാളും കേരളത്തിലും, അതായത് ഫുട്ബോൾ, ഇപ്പോൾ മലപ്പുറം സൈഡ് അല്ലെങ്കിൽ മലബാർ സൈഡിലൊക്കെ ഫുട്ബോളിന് ലഭിക്കുന്ന ഒരു സ്വീകാര്യതയുണ്ട്. പക്ഷേ സംസ്ഥാനത്തുടനീളം ലഭിക്കുന്ന സ്വീകാര്യത ക്രിക്കറ്റിനാണ്. അതുകൊണ്ട് തന്നെയാണ് ചരിത്രം സൃഷ്ടിച്ച് എത്തിയ ടീമിന് വലിയ സ്വീകരണം നൽകിക്കഴിഞ്ഞു. ഇനി സംസ്ഥാന സർക്കാരിൻ്റെ സ്വീകരണം നടക്കാൻ പോകുന്നു. അതോടൊപ്പം കായിക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം വലിയ ആവേശത്തിൽ ആണ്? അഭിലാഷ്, ആ ആവേശം നമുക്ക് ഇന്നലെ വിമാനത്താവളത്തിൽ കാണാൻ കഴിയുമായിരുന്നു. കാരണം കേരള ടീമിനെ സംബന്ധിച്ചിടത്തോളം 70 വർഷത്തെ ഒരു ചരിത്രമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ആദ്യമായി ഫൈനലിൽ കയറുന്നു. ആ ഫൈനലിൽ പോലും വലിയ പ്രതീക്ഷയോടെ തുടങ്ങുന്നു. ഒരു 37 റൺസിൻ്റെ ആദ്യ ഇന്നിങ്സ് ലീഡ് വഴങ്ങിയത് മാത്രമാണ് കേരളത്തിന് ഒരു വലിയ നിരാശയായി മാറുന്നത്. 2-3 തെറ്റുകൾ പറയാനുണ്ടെങ്കിൽ പോലും അത് ചരിത്രമാണ്. കേരളം രഞ്ജി ട്രോഫി ഫൈനലിലേക്ക് എത്തുമ്പോൾ പോലും ഒരാൾ പോലും വിചാരിച്ചിരുന്നില്ല കേരളം ഇത്തവണ രഞ്ജി ട്രോഫി ഫൈനലിൽ എത്തുമെന്ന്. അങ്ങനെ ഒരു ഫീനിക്സ് പക്ഷേ പോലും നമ്മൾ എന്താ പറയുക, ഒരു അണ്ടർ റേറ്റഡ് ടീം എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ടീം എല്ലാ പ്രധാനപ്പെട്ട രഞ്ജി അധികായന്മാരെയൊക്കെ വെട്ടിമാറ്റിക്കൊണ്ട് കേരളം രഞ്ജി ട്രോഫി ഫൈനൽ കളിക്കുമ്പോഴേക്കും അത് കേരള ക്രിക്കറ്റിന് പോലും ഒരു വലിയ അഭിമാന നേട്ടവും കൂടിയാണ്. കാരണം എപ്പോഴും അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഫുട്ബോൾ, കാൽപന്തിലേക്ക് അറിയപ്പെടുന്ന കേരളത്തിലേക്ക് ക്രിക്കറ്റ് എവിടെയാണെന്ന് ചോദിച്ചതിന് കൃത്യമായ മറുപടി രഞ്ജിയിലെ ഫൈനലിലൂടെ തന്നെ കേരളം നൽകുകയും ചെയ്തു. തീർച്ചയായും ഒറ്റ മത്സരം പോലും പരാജയപ്പെടാതെ രഞ്ജി ട്രോഫി അവസാനിപ്പിക്കുക എന്നുള്ളത് നിസ്സാര നേട്ടമല്ല. അത് കൃത്യമായി നടക്കുകയും ചെയ്തു. ഇന്ന് വൈകുന്നേരം 6 മണിക്കാണ് കേരള ടീമിനെ അനുമോദിക്കുന്നത് സംസ്ഥാന സർക്കാർ. അതിൽ കൃത്യമായി വൈകുന്നേരം 6 മണിക്ക് ഹയത്ത് റീജൻസിയിലാണ് അനുമോദന ചടങ്ങ് നടക്കുന്നത്. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശിഷ്ടാതിഥിയാവും. കായിക മന്ത്രി അബ്ദുൾ റഹ്മാനാണ് അധ്യക്ഷനാകുന്നത്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യും. ഏറ്റവും കൃത്യമായി പറയുകയാണെങ്കിൽ ഈ കേരള ടീമിൽ മുഹമ്മദ് അസറുദ്ദീനും സച്ചിൻ ബേബിയും MD നിതീഷും അടങ്ങുന്ന റോഹൻ കുന്നുമേലും ഒക്കെ ഏവരും ഈ 11 പേരും അല്ലെങ്കിൽ 15 അംഗ ടീമിലും എല്ലാവരും തിളങ്ങിയിരുന്ന ഒരു ടൂർണമെന്റായി രഞ്ജി ട്രോഫി മാറുമ്പോഴേക്കും കേരളത്തിന് അഭിമാനമാകുന്ന കാര്യം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കണ്ടതും ആ ഒരു ആവേശമായിരുന്നു. എല്ലാവരും ആ ടീമിനെ കാണാനും ഒരു നോക്ക് കാണാനും അവർക്ക് വേണ്ടി ആർപ്പ് വിളിക്കാനും ആ റണ്ണേഴ്സ് അപ്പ് ട്രോഫി കാണാനും ഒക്കെ ഉണ്ടായിരുന്ന ആവേശം ഇനി അങ്ങോട്ടും അടുത്ത വർഷത്തിൽ രഞ്ജി ട്രോഫി തിരിച്ച് കേരളം പിടിക്കും എന്നുള്ള സച്ചിൻ ബേബിയുടെ വാക്കുകളിലും വലിയ പ്രതീക്ഷ കേരള ക്രിക്കറ്റ് ലോകം കാണുന്നുണ്ടാവില്ല. തീർച്ചയായും അപ്രതീക്ഷിതമായ ഒരു മുന്നേറ്റം കേരളത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഒപ്പം ഹരി സൂചിപ്പിച്ചതുപോലെ വിജയിച്ചില്ല എങ്കിലും തോൽവി അറിയാതെയുള്ള ഒരു മുന്നേറ്റം കൂടിയായിരുന്നു കേരളം നടത്തിയത്. ഇനി നമ്മൾ അന്താരാഷ്ട്ര വാർത്തകൾ ആണ് പരിശോധിക്കുന്നത്. യുക്രൈനുള്ള എല്ലാ സൈനിക സഹായങ്ങളും താൽക്കാലികമായി നിർത്തിവെച്ച അമേരിക്ക. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുമാനിക്കുന്നതുവരെ ഈ തീരുമാനത്തിൽ മാറ്റമില്ല എന്നതാണ് വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ വെച്ച് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിൽ വാക്പോരുണ്ടായതിന് പിന്നാലെയാണ് ഈ നിർണായകമായ തീരുമാനം. വിവരങ്ങളുമായി കിരൺ ബാബു ചേരുന്നുണ്ട്. കിരൺ, നേരത്തെ തന്നെ സാമ്പത്തിക സഹായങ്ങളടക്കം താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. അതിനുശേഷം നടന്ന വാക്പോര് ഇപ്പോഴിതാ സൈനിക സഹായം കൂടി നിർത്തിവെക്കുന്നു. ഈ റഷ്യ യുദ്ധത്തിൽ യുക്രൈന് പിടിച്ചു നിൽക്കാൻ തന്നെ സാധിച്ചിരുന്നത് അമേരിക്കയുടെ സൈനിക സഹായം കൊണ്ടാണ്. അത് നിർത്തുന്നു എന്നത് എത്രത്തോളം തിരിച്ചടിയാകുന്നുണ്ട്? അഭിലാഷ, ഇത് യുക്രൈനെ സംബന്ധിച്ച് കടുത്ത സമ്മർദ്ദത്തിലേക്കാണ് അമേരിക്ക ഇപ്പോൾ യുക്രൈനെ തള്ളിവിടുന്നത്.
യുക്രൈനുള്ള സൈനിക സഹായം താൽക്കാലികമായി നിർത്തിയെന്നാണ്. എന്നാൽ അമേരിക്ക ഔദ്യോഗികമായി ഇത് ഏതെങ്കിലും തരത്തിൽ സ്ഥിരീകരിക്കുന്നില്ല. അമേരിക്കൻ പ്രധാനപ്പെട്ട സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് റോയിട്ടേഴ്സാണ് ഈ റിപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാതെ അമേരിക്കൻ പ്രസിഡന്റ് ഓഫീസോ അല്ലെങ്കിൽ അത്തരത്തിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. ഇത് യുക്രൈനെയും യൂറോപ്യൻ യൂണിയനെയും കടുത്ത സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടുക എന്നുള്ള ട്രംപിന്റെ തന്ത്രത്തിന്റെ ഭാഗം കൂടിയാണ് ഇതെന്ന് പറയുന്നു. ഇത് പുനഃപരിശോധിക്കും എന്നതുകൂടി പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഒരു ധാതു മണൽ ഖനനവുമായി ബന്ധപ്പെട്ട കരാർ ഒപ്പിടാൻ വേണ്ടി ട്രംപും അതോടൊപ്പം തന്നെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായിട്ടുള്ള ചർച്ച വാക്പോരിലേക്കും ഒരു നയതന്ത്ര തലത്തിൽ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര തലത്തിൽ തന്നെ മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്കൊക്കെ പോയത്. അവർ പ്രധാനമായും അന്ന് ട്രംപും അമേരിക്കയും ഉന്നയിച്ചിരുന്ന വാദം യുക്രൈന് അമേരിക്ക നൽകുന്ന സഹായത്തിന് കൂടുതൽ നന്ദി പ്രകടിപ്പിക്കാൻ യുക്രൈൻ തയ്യാറാവുന്നില്ല എന്നുള്ളതായിരുന്നു. ആ വാക്പോരിനെ തുടർന്ന് അവസാനം വാഷിംഗ്ടൺ വിട്ടുപോകണം എന്നടക്കം സെലൻസ്കിയോട് അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് യൂറോപ്യൻ യൂണിയനിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളാകെ സെലൻസ്കിയും യുക്രൈനും പിന്തുണയുമായി രംഗത്ത് വന്നിരുന്നു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തന്നെ ഒരു പ്രത്യേക യോഗം വിളിച്ചു ചേർത്ത് അവിടുത്തെ പ്രധാനപ്പെട്ട യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളെല്ലാം യുക്രൈന് പിന്നിൽ അണിനിരക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴും ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് കടുത്ത ഭീഷണി ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ സൈനിക സഹായം അടക്കം നിർത്തും. എത്രയോ വർഷമായി ഈ യുദ്ധം തുടങ്ങിയ കാലം മുതൽ യുക്രൈന് സൈനിക സഹായം, പ്രത്യേകിച്ച് സാമ്പത്തിക സഹായവും സൈനിക സഹായം, ആയുധങ്ങൾ എത്തിക്കുന്നതും പണം എത്തിക്കുന്നതിലും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന രാജ്യം അമേരിക്കയാണ്. അപ്പോൾ ആ അമേരിക്കയോട് കൂടുതൽ കൂറുള്ളവരായി നിൽക്കണം എന്നുള്ളതാണ് ട്രംപിൻ്റെ നിലപാട്. അതിന് പകരമായിട്ടാണ് ധാതു ഖനന കരാറിലേക്ക് ഒപ്പിടണമെന്ന് പറയുന്നത്. യുക്രൈനെ സംബന്ധിച്ച് ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വിലയേറിയ ധാതു സമ്പത്ത് സമ്പുഷ്ടമായ ഒരു രാജ്യമാണ്. അവിടുത്തെ ഖനനത്തിനുള്ള അനുമതി അമേരിക്കയ്ക്ക് നൽകണം എന്നുള്ളതായിരുന്നു. ഈ ഖനനത്തിനുള്ള കരാറിന് അനുമതി നൽകുന്ന കരാർ ഒപ്പിടാൻ വന്നപ്പോഴാണ് ഇരു രാജ്യ തലവന്മാർ തമ്മിൽ കടുത്ത വാക്പോരിലേക്കൊക്കെ നീങ്ങിയത്. ഈ കരാർ വീണ്ടും ഒപ്പിടാൻ തയ്യാറാണെന്ന് കഴിഞ്ഞ ദിവസം സെലൻസ്കി പറഞ്ഞിരുന്നു. യൂറോപ്യൻ യൂണിയന്റെ പ്രത്യേക യോഗത്തിന് ശേഷമാണ് സെലൻസ്കി അത് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഒരു വീഡിയോ സന്ദേശവും പുറത്തിറക്കിയിരുന്നു. ഞങ്ങൾ എല്ലാ കാലവും അമേരിക്കയോട് നന്ദിയുള്ളവരായിരിക്കും. ഞങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ അമേരിക്ക വഹിച്ച വലിയ പങ്കിനോടുള്ള നന്ദി ഞങ്ങൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ സെലൻസ്കിയുടെ ഭാഗത്തു നിന്നും യുക്രൈൻ്റെ ഭാഗത്തു നിന്നും നന്ദി ആവർത്തിച്ചു വ്യക്തമാക്കുകയും അതോടൊപ്പം തന്നെ ഈ ധാതു ഖനന കരാറിന് തയ്യാറാണ് എന്ന് പറയുമ്പോഴും മാപ്പ് പറഞ്ഞില്ല, അല്ലെങ്കിൽ സെലൻസ്കി നിരുപാധികം മാപ്പ് പറഞ്ഞില്ല എന്നൊരു വിഷയമാണ് അമേരിക്ക അനൗദ്യോഗികമായി ഉന്നയിക്കുന്നത്. എന്തായാലും കടുത്ത സമ്മർദ്ദത്തിലേക്ക് ഇവരെ തള്ളി നീക്കുക, യൂറോപ്യൻ യൂണിയനെയൊക്കെ കളത്തിൽ വീണ്ടും കൊണ്ടുവരിക, അതിനുശേഷം സെലൻസ്കിയെ കൂടുതൽ ദുർബലനാക്കിക്കൊണ്ട് ഈ കരാറിലേക്ക് പോവുക എന്നുള്ള അമേരിക്കയുടെ നീക്കമാണ്. JD വാൻസിന്റെ വാക്കുകളിൽ അത് വ്യക്തമാക്കാൻ യുക്രൈന് സുരക്ഷയാണ് വേണ്ടതെങ്കിൽ അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യം യുക്രൈനിലുണ്ടെങ്കിൽ അവിടെ ആ രാജ്യം സുരക്ഷിതമായിരിക്കുമെന്നത് നിങ്ങൾ ഓർക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. സാധാരണഗതിയിൽ ഒരു രാഷ്ട്രത്തിൻ്റെ തലവന്മാർ പറയാത്ത തരത്തിലേക്ക് അവിടെ ഒരു കരാർ ഉണ്ടാക്കുന്നെങ്കിൽ ആ കരാറിന് ഖനനത്തിന് വേണ്ടി അമേരിക്കയാണ് യുക്രൈൻ മണ്ണിലുള്ളതെങ്കിൽ അങ്ങനെ ഒരു സാമ്പത്തിക താല്പര്യമുള്ളപ്പോൾ അവിടെ റഷ്യയെ ആക്രമണം ഇല്ലാതിരിക്കാനുള്ള സുരക്ഷ ഉറപ്പാക്കാൻ ഞങ്ങൾ ശ്രമിക്കും. അതിനപ്പുറത്തേക്കുള്ള ഏതെങ്കിലും സുരക്ഷാ ഉറപ്പുകൾ നൽകാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ്. പ്രത്യേകിച്ച് നേരത്തെ ഉണ്ടായിരുന്ന അമേരിക്കൻ ഭരണകൂടത്തിൽ നിന്ന് വ്യത്യസ്തമായി ട്രംപ് അധികാരമേറ്റ കാലം മുതൽ തന്നെ റഷ്യയുമായി ചെറിയ രീതിയിൽ മോസ്കോയുമായി ചെറിയ രീതിയിലുള്ള ബന്ധമൊക്കെ അവർ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആ തരത്തിലേക്ക് ഒരു അയഞ്ഞ നിലപാട് അല്ലെങ്കിൽ തീർച്ചയായും ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം അപ്രതീക്ഷിതമാകുന്ന തീരുമാനങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, ഈ വാർത്തയുമായി ചേർത്ത് വെക്കേണ്ട ഒന്ന്, ട്രംപ് നേരത്തെ ഈ നികുതികൾ വർദ്ധിപ്പിച്ചിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റ് രാജ്യങ്ങൾക്ക്, കാനഡ, മെക്സിക്കോ അടക്കമുള്ള രാജ്യങ്ങളുടെ നികുതി വർദ്ധിപ്പിച്ച തീരുമാനം, ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നുകൂടി ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് പരിഹാരമുണ്ടാകും, ട്രംപ് അധികാരത്തിൽ വരും എന്ന് പൊതുവെ പ്രതീക്ഷിച്ചിരുന്നതാണ്. ഇനിയിപ്പോൾ ഈജിപ്റ്റ് തയ്യാറാക്കിയിട്ടുള്ള ഗസ ബദൽ പദ്ധതിയുടെ കരടിലും ഹമാസ് ഇല്ല എന്ന വാർത്ത കൂടിയാണ് അന്താരാഷ്ട്ര തലത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അറബ് പാശ്ചാത്യ രാജ്യങ്ങൾ നിയന്ത്രിക്കുന്ന ഇടക്കാല ഭരണ സംവിധാനം കൊണ്ടുവരും എന്നാണ് കരടിൽ ഉള്ളത്. ഇതിനിടെ ഹമാസിന് മുന്നറിയിപ്പുമായി ഇസ്രായേൽ രംഗത്തെത്തിയിട്ടുണ്ട്. ശേഷിക്കുന്ന ബന്ദികളെ ഉടൻ വിട്ടയച്ചില്ല എങ്കിൽ സങ്കല്പിക്കാൻ കഴിയാത്ത പ്രത്യാഘാതം ഉണ്ടാകും എന്നാണ് ബെന്യാമിൻ നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ്. കിരൺ ബാബു തുടരുന്നുണ്ട്. കിരൺ, ഇതിൽ ആദ്യത്തെ ഭാഗം, അതായത് ഈ ഗാസ അതിനെ ഒരു റിയൽ എസ്റ്റേറ്റ് ഭൂമിയായി കണ്ടുകൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് അവിടുത്തെ നിർമ്മാണ പ്രവൃത്തികളടക്കം നടത്തും എന്ന് അമേരിക്ക വ്യക്തമാക്കിയിരുന്നതാണ്. അതിന് ബദൽ എന്ന നിലയിലാണ് മറ്റൊരു കരട് ഈജിപ്തിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കപ്പെട്ടത്. നമുക്കറിയാം, അങ്ങനെ അമേരിക്കയ്ക്ക് റിയൽ എസ്റ്റേറ്റ് നടത്താനുള്ള ഭൂമിയല്ല ഗസയെന്ന് പറഞ്ഞത് ഹമാസ് ആണ്. പക്ഷേ ഈജിപ്റ്റ് തയ്യാറാക്കുന്ന കരടിലും ഹമാസ് ഇല്ല. കിരൺ,
പക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞ വാർത്തയുമായി ഇതിനെ കൃത്യമായി തന്നെ ബന്ധപ്പെടുത്താൻ കഴിയുന്ന ഒന്നുകൂടിയാണ്. എങ്ങനെയാണോ യുക്രൈൻ്റെ സുരക്ഷ, അമേരിക്കയ്ക്ക് യുക്രൈനിൽ സാമ്പത്തിക താല്പര്യമുണ്ടെങ്കിൽ യുക്രൈൻ സുരക്ഷിതമായിരിക്കും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഗസ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി അവിടെ ഹമാസും ഇസ്രയേലുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ട്രംപ് ഭരണകൂടം ഇടപെടുന്നു. ലോകത്ത് തന്നെ അതിന് വലിയ പ്രശംസയൊക്കെ വരുന്നു. അതിനുശേഷമാണ് അമേരിക്ക നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത്, ഗസ ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ വികസിപ്പിച്ചുകൊള്ളാം. അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യം യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ, അല്ലെങ്കിൽ സുരക്ഷ, നിങ്ങളുടെ രാജ്യത്തിന് സുരക്ഷ വേണമെങ്കിൽ അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യം ഉറപ്പാക്കാൻ നിങ്ങൾ തയ്യാറാവണം എന്നുള്ള സമാനമായ നിർദ്ദേശം തന്നെയാണ് ഗസയിലും വെച്ചത്. എന്നാൽ അതിശക്തമായ വിമർശനമാണ് ഗസയുടെ ഹമാസിൻ്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ അറബ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നെല്ലാം ഉയർന്നത്. ഒരു രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി മറ്റൊരു രാജ്യം ഏറ്റെടുക്കുക, അമേരിക്ക പോലൊരു രാജ്യം വന്ന് അവിടെ കോളനി സ്ഥാപിക്കുക, അല്ലെങ്കിൽ ആ മട്ടിലേക്ക് തന്നെ നിങ്ങൾ രാജ്യത്തിൻ്റെ വികസനം എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും അവിടെ ഏറ്റെടുത്ത് കഴിഞ്ഞ വികസനത്തിലേക്ക് എന്ന് ആ രാജ്യം വികസിപ്പിച്ചൊക്കെ വരുമ്പോഴേക്കും അമേരിക്കൻ താല്പര്യങ്ങൾ സ്വാഭാവികമായും അവിടുത്തെ അമേരിക്കൻ നിയന്ത്രണത്തിലേക്കൊക്കെ വരുന്ന സാധ്യതയുണ്ട്. അറബ് രാജ്യങ്ങളാകെ ഒന്നിച്ചു നിന്നുകൊണ്ട് അതിനെതിരെയുള്ള ശക്തമായ ഒരു മൂവ്മെൻറ്റ് കൂടിയാണ് ഇപ്പോൾ നടത്തുന്നത്. പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഈ ഈജിപ്തിൻ്റെ നേതൃത്വത്തിൽ അത്തരമൊരു നീക്കത്തിന്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഗസയുടെ പുനർനിർമ്മാണം എന്നതിന് അറബ് രാജ്യങ്ങളെല്ലാം സഹായിക്കണമെന്നും ഇത് അറബ് രാജ്യങ്ങളുടെ പൊതു സുരക്ഷയുടെ ഭാഗമാണ് എന്നുള്ളൊരു വികാരം വരുമ്പോൾ അവിടെയും ഹമാസിനെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് തന്നെ ഉള്ള ഒരു വികസന പദ്ധതി, അല്ലെങ്കിൽ അത്തരം ഒരു പദ്ധതിയിലേക്കാണ് ഈജിപ്റ്റ് മുന്നോട്ട് വെക്കുന്നത്. ഹമാസിനെ അംഗീകരിക്കുന്നതിൽ അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾക്ക് എന്നപോലെ തന്നെ അറബ് രാജ്യങ്ങൾക്കും ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് മുന്നോട്ട് പോകുന്നതിന് ചെറിയ തടസ്സങ്ങളുണ്ട്. പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളുടെ ഇപ്പോഴത്തെ പൊളിറ്റിക്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, ഇറാനുമായി ബന്ധപ്പെട്ട പൊളിറ്റിക്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൂടിയാണ് ഈ രാഷ്ട്രീയ നീക്കം. തീർച്ചയായും മറ്റൊരു യുദ്ധമുഖം, അതായത് നേരത്തെ നമ്മൾ റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ നിലപാട്, അതോടൊപ്പം തന്നെ ഗാസ വിഷയത്തിലടക്കമുള്ള നിലപാടുകൾ പറയുമ്പോൾ ചേർത്ത് വായിച്ചു പോകേണ്ടത് മെക്സിക്കോ, കാനഡ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് അധിക താരിഫ് ഇന്നു മുതൽ നിലവിൽ വരികയുമാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഈ താരിഫിൽ മാറ്റമില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കിയ കാര്യം. എത്ര ശതമാനം താരിഫ് എന്നതിൽ ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം ഇന്ന് ഉണ്ടാകും. ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം അതേ നാണയത്തിൽ നേരിടും എന്നാണ് കാനഡയും മെക്സിക്കോയും നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് തീരുവ ഉയർത്തിയാൽ തിരിച്ച് അമേരിക്കയ്ക്കും ഇത്തരത്തിൽ അധിക നികുതി നൽകേണ്ട സാഹചര്യമാണ് ഉണ്ടാവുക. ഇനി നമ്മൾ ശാസ്ത്രലോകത്ത് നിന്നുള്ള ഒരു വാർത്തയാണ്, അതും അമേരിക്കയുമായി തന്നെ ചേർത്ത് വെച്ച് പോകേണ്ടതാണ്. സ്പേസ് എക്സ് സ്റ്റാർഷിപ്പ് വിക്ഷേപണം നിർത്തിവെച്ചു എന്നുള്ളതാണ്. സൂപ്പർ ഹെവി ബൂസ്റ്ററിൽ സാങ്കേതിക തകരാർ കണ്ടെത്തിയതിനെ തുടർന്നാണ് വിക്ഷേപണം മാറ്റിവെച്ചത്. TG സജിത്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സജിത്ത്, അമേരിക്കയുടെ തന്നെ നേതൃത്വത്തിലുള്ള ബഹിരാകാശ സംരംഭമാണ് സ്പേസ് എക്സ്. മനസ്സിലാക്കുന്നിടത്തോളം അതായത് വിക്ഷേപണത്തിന് ഏതാണ്ട് 40 സെക്കൻഡ് മുമ്പ് മാത്രം വിക്ഷേപണം നിർത്തിവെക്കുന്ന സാഹചര്യം. എന്തായിരുന്നു പിഴവെന്ന് വ്യക്തമാക്കുന്നുണ്ടോ സ്പേസ് എക്സ്? അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ സ്പേസ് എക്സിൻ്റെ എല്ലാ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളും ലോകരാജ്യങ്ങൾ അങ്ങേയറ്റം സകൂതം വീക്ഷിക്കുന്ന സാഹചര്യമാണുള്ളത്. കാരണം പല അത്ഭുതങ്ങളും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നിരവധി പരീക്ഷണങ്ങൾ നടത്തുന്നു. അതിലൊന്നാണ് ഈ സ്റ്റാർഷിപ്പ് പദ്ധതി. സ്റ്റാർഷിപ്പ് നമുക്കറിയാം പല ഘട്ടങ്ങളിലായി അതിൻ്റെ പരീക്ഷണം നടന്നതാണ്. ഇത്തവണ അത് 8ാം വിക്ഷേപണ പരീക്ഷണമാണ് നടന്നത്. പക്ഷേ അതാണ് അവസാന നിമിഷം മാറ്റിവെക്കുന്നത്. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ കൗണ്ട് ഡൗൺ ആരംഭിച്ചതിന് ശേഷം ഏകദേശം 40 സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഇന്നത്തെ ഈ വിക്ഷേപണം അത് നിർത്തിവെക്കാൻ തീരുമാനമുണ്ടാവുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ബൂസ്റ്ററുകളിലുണ്ടായ ചില സാങ്കേതിക തടസ്സമാണ് ഈ പരീക്ഷണം തൽക്കാലം മാറ്റിവെക്കാൻ കാരണമെന്നാണ് വ്യക്തമാവുന്നത്. കൂടുതൽ വിശദീകരണം സ്പേസ് എക്സ് നൽകേണ്ടതുണ്ട്. 121 മീറ്റർ ഉയരമുള്ളതാണ് ഈ ബൃഹത് പദ്ധതി സ്റ്റാർഷിപ്പ് എന്ന് പറയുന്നത്. ഇതിൽ 71 മീറ്റർ തന്നെ ഈ സൂപ്പർ ബൂസ്റ്ററുകൾക്കുണ്ട്. ഈ സൂപ്പർ ബൂസ്റ്ററുകളിലാണ് തകരാർ കണ്ടെത്തിയത്. അതുകൊണ്ടാണ് അവസാന നിമിഷം മാറ്റിവെച്ചത്. നമുക്കറിയാം കഴിഞ്ഞ ഫെബ്രുവരി 28-ന് തന്നെ ഈ വിക്ഷേപണം നടക്കേണ്ടതായിരുന്നു. പക്ഷേ അത് വിക്ഷേപണത്തിന് ഒരു ദിവസം മുമ്പ് തന്നെ പരീക്ഷണം മാറ്റിവെക്കുന്നു. അതായത് ഇന്നത്തേക്ക് ഈ 3-ാം തീയതിയിലേക്ക് മാറ്റിവെക്കുന്നു എന്ന പ്രഖ്യാപനം അന്നുണ്ടായതാണ്. പക്ഷേ അതും അവസാന നിമിഷം മാറ്റിവെക്കുകയാണ് ചെയ്തത്. ഏറ്റവും ഒടുവിൽ നടന്ന പരീക്ഷണം അത് നമുക്കറിയാവുന്നതാണ്, 7ാം ഘട്ട പരീക്ഷണം. അതിൽ സുപ്രധാനമായ ഒരു ഘട്ടത്തിൽ പരാജയമായിരുന്നെങ്കിൽ കൂടിയും ഈ യന്ത്രഭാഗങ്ങൾ തിരികെ, ഈ സൂപ്പർ ബൂസ്റ്റർ അടക്കം തിരികെ ഭൂമിയിലേക്ക് എത്തിച്ച് യന്ത്ര കൈകൊണ്ട് അത് പിടിച്ചെടുക്കുക എന്ന പരീക്ഷണം അത് വിജയകരമായിരുന്നു. അത് ലോകരാജ്യങ്ങളൊക്കെ ആ ദൃശ്യങ്ങളൊക്കെ ഏറെ അത്ഭുതത്തോടെ കണ്ടതാണ്. പക്ഷേ അതുകൊണ്ട് പൂർണ്ണമാവുന്നില്ല ഈ സ്റ്റാർഷിപ്പിൻ്റെ പരീക്ഷണ ഘട്ടങ്ങൾ. കാരണം പൂർണ്ണമായും
ഇത് ഗ്രഹാന്തര യാത്രകൾ സാധ്യമാക്കണം, അതിനുശേഷം ഇത് വീണ്ടും പുനരുപയോഗത്തിന് സാധ്യമായി തിരികെ എത്തിക്കണം. ഇതാണ് ഈ പരീക്ഷണത്തിൻ്റെ സുപ്രധാനമായ ഘട്ടം. ഇതുവരെ നടന്നിട്ടുള്ള ഇത്തരം പരീക്ഷണങ്ങളിൽ ഏറ്റവും പുതിയതും ഏറ്റവും നവീനവുമായ, ഏറെ പ്രതീക്ഷ നൽകുന്ന, ഗ്രഹാന്തര യാത്രകൾക്ക് പോലും സാധ്യതയുണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട പരീക്ഷണമാണ്. അതിനാണ് ഈ അവസാന ഘട്ടം മാറ്റമുണ്ടാവുന്നത്. എന്ത് തകരാറാണ് കണ്ടെത്തിയത് എന്ന കാര്യത്തിൽ കൂടുതൽ വിശദീകരണം പുറത്തു വരേണ്ടതുണ്ട്. ഒരുപക്ഷേ സ്പേസ് എക്സ് തന്നെ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകുമെന്ന് കരുതാം. സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലുതും ശക്തവുമായ റോക്കറ്റ് ആണ് ഈ സ്റ്റാർഷിപ്പ് എന്നതാണ് ഈ ദൗത്യം പരാജയപ്പെടുമ്പോൾ അല്ലെങ്കിൽ മാറ്റിവെക്കുമ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം. ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കുമൊക്കെ പേടകങ്ങളെ അയക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയുടെ ഭാഗമായി ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒന്നാണിത്. 4 കൃത്രിമ ഉപഗ്രഹങ്ങളെയും വഹിച്ചുകൊണ്ടായിരുന്നു ഈ സ്റ്റാർഷിപ്പ് പുറപ്പെടേണ്ടിയിരുന്നത്. 40 സെക്കൻഡുകൾക്ക് മുമ്പ് മാത്രമാണ് ഈ പിഴവ് കണ്ടെത്തുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ശാസ്ത്രലോകത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടിയാണ് സജിത്ത് പങ്കുവച്ചത്. മറ്റൊന്ന്, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില വഷളായി തുടരുന്നു എന്നുള്ളതാണ്. കടുത്ത അണുബാധയും ശ്വാസതടസ്സവും നേരിടുന്നതായാണ് ജമേലിയ ആശുപത്രി അറിയിച്ചിട്ടുള്ളത്. വെന്റിലേറ്ററിൽ സാധ്യമായ എല്ലാ പരിചരണവും നൽകുന്നുണ്ട് എന്ന് ഡോക്ടർമാർ വ്യക്തമാക്കുന്നു. വിവരങ്ങളുമായി MG മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, 18 ദിവസമായി മാർപ്പാപ്പ ചികിത്സയിലാണ്. ഇതിനിടെ 2 തവണ ഗുരുതരമായി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതിനെ അതിജീവിച്ചു. പക്ഷേ അതിലും ഗുരുതരമാണ് ഇപ്പോഴത്തെ സാഹചര്യമെന്നാണല്ലോ ഡോക്ടർമാർ പറയുന്നത്. അഭിലാഷ്, കടുത്ത അണുബാധയും ഒപ്പം തന്നെ ഈ ശ്വാസതടസ്സവുമാണ് ഇപ്പോൾ വീണ്ടും ആരോഗ്യനില വഷളാകാനുള്ള കാരണമെന്നാണ് വത്തിക്കാൻ അറിയിച്ചിരിക്കുന്നത്. ജമലി ഹോസ്പിറ്റലിലെ അധികൃതർ വ്യക്തമാക്കുന്ന പോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടായിരുന്നു. കാപ്പി അടക്കം കുടിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ വത്തിക്കാൻ അറിയിക്കുകയും ചെയ്തതാണ്. ഒപ്പം തന്നെ പ്രാർത്ഥിച്ചവർക്ക് നന്ദി അറിയിച്ചിരുന്നു മാർപ്പാപ്പ എന്നടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ പുറത്തു വരികയും അത്തരത്തിൽ ഈ ഒരു ആരോഗ്യസ്ഥിതി കൂടുതൽ മെച്ചപ്പെട്ടു വരികയാണ് എന്ന് നമ്മൾ കരുതിയിരുന്നെടുത്തതെന്ന് തന്നെയാണ് ഇന്ന് വീണ്ടും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ വലിയ രീതിയിൽ വഷളാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയത്. ഇപ്പോൾ 2 തവണയാണ് ശ്വാസതടസ്സം നേരിട്ടത്. ആൻറ്റിബയോട്ടിക് ചികിത്സ തുടരുകയാണ്. ഈ അണുബാധ ആണ് ഇത്തരത്തിൽ ഈ 2 ശ്വാസകോശങ്ങളുമായി അണുബാധ കടുത്തിരിക്കുകയാണ്. അതാണ് ഇത്തരത്തിൽ വീണ്ടും ആരോഗ്യനില വലിയ രീതിയിൽ വഷളാകാനുള്ള കാരണമെന്നാണ് വത്തിക്കാൻ അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ വളരെ പ്രത്യാശ കൂടി അറിയിച്ചിട്ടുണ്ട്. അതായത് വീണ്ടും മാർപ്പാപ്പ ഇതിനെയൊക്കെ തന്നെ അതിജീവിച്ചുകൊണ്ട് ഈ ചികിത്സയിൽ നിന്ന് മടങ്ങി തിരികെ കർമ്മബോധത്തിലേക്ക് എത്തുമെന്നുള്ള ഒരു ആത്മവിശ്വാസവും ഒപ്പം തന്നെ പ്രത്യാശയും ഒക്കെ തന്നെ വത്തിക്കാൻ വക്താവ് കൂടി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും നിലവിൽ ജമേലി ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ നില വളരെ ഗുരുതരമായി തുടരുകയാണ് എന്നാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് MG മിഥുൻ നൽകിയത്. കേരളത്തിലേക്ക് വരുമ്പോൾ നിരവധിയായ വാർത്തകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തലയ്ക്ക് പരിക്കേറ്റ് മരണപ്പെട്ട ഷഹബാസിൻ്റെ കൊലയാളികളിൽ ഷഹബാസിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനും ഉണ്ട് എന്നുള്ള വിവരം കൂടിയാണ്. ആ വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില വീണ്ടും വഷളായി. കടുത്ത അണുബാധയും ശ്വാസതടസ്സവും നേരിടുന്നതായി ജമേലി ആശുപത്രി അധികൃതർ അറിയിച്ചു. വെന്റിലേറ്ററിൽ സാധ്യമായ എല്ലാ പരിചരണവും നൽകുന്നുണ്ടെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി. വിവരങ്ങളുമായി KP അഭിലാഷ്, ഇതിനിടെ പലതവണ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ ആശങ്കകൾ ഉണ്ടായെങ്കിലും ഒരു സ്ഥിരതയോടെ തിരിച്ചു വരികയാണെന്ന പ്രതീക്ഷകളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ കുറച്ചുകൂടി ഗൗരവമേറിയതാണെന്ന് തോന്നുന്നു. എന്താണ് ജമേലി ആശുപത്രി അറിയിക്കുന്നത്? ശ്രീജ, ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ആശുപത്രിയിൽ തുടരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇപ്പോഴത്തെ അവസ്ഥ അതീവ ഗുരുതരം എന്നാണ് ജമേലിയ ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. ശ്രീജ സൂചിപ്പിച്ചതുപോലെ ഇതിനു മുമ്പ് പലപ്പോഴായി ആരോഗ്യനില മോശമായിരുന്നുവെങ്കിലും പിന്നീട് തിരിച്ചു വരുന്ന സാഹചര്യം ആണ് ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം അനുസരിച്ച് കഴിഞ്ഞ 18 ദിവസത്തിനിടയിലെ ഏറ്റവും ഗുരുതരമായ സാഹചര്യത്തിലൂടെയാണ് മാർപ്പാപ്പയുടെ ആരോഗ്യനില കടന്നു പോകുന്നത് എന്നുള്ളതാണ്. പലതവണയായി മാർപ്പാപ്പയ്ക്ക് ശ്വാസതടസ്സം ഉണ്ടായി എന്നത് മാത്രവുമല്ല, അണുബാധ അതിരൂക്ഷവുമാണ് എന്നതാണ് ആശുപത്രി അധികൃതരെ ഏറെ ആശങ്കപ്പെടുത്തുന്നത്. നേരത്തെ തന്നെ വെന്റിലേറ്ററിൻ്റെയും മറ്റ് സാങ്കേതിക സംവിധാനങ്ങളുടെയും സഹായത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്തി പോന്നിരുന്നത്. അതിനിടയിൽ കാര്യമായ പുരോഗതി ആരോഗ്യനിലയിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച
ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതി ഉണ്ടായതായി ആശുപത്രി അധികൃതർ അറിയിച്ചിരുന്നു. മാർപ്പാപ്പ സ്വയം ഭക്ഷണം കഴിക്കുകയും പത്രം വായിക്കുകയും ഒക്കെ ചെയ്തു എന്നതും അത് നല്ല ലക്ഷണങ്ങളാണ് എന്ന തരത്തിലുള്ള പ്രതികരണമായിരുന്നു ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. എന്നാൽ പിന്നീട് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം, അതായത് വത്തിക്കാൻ സമയം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം, ഇപ്പോൾ വത്തിക്കാനിൽ പുലർച്ചെ 2 മണിയാണ് സമയം, സാങ്കേതികമായി കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം ആരോഗ്യനില മോശമായി എന്നുള്ളതാണ് വസ്തുത. അതുമാത്രവുമല്ല, സൂചിപ്പിച്ചതുപോലെ ഫെബ്രുവരി 14 ആയിരുന്നു മാർപ്പാപ്പയെ ബ്രോങ്കൈറ്റിസ് ബാധയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് ന്യൂമോണിയ കൂടി ബാധിച്ചതോടുകൂടിയായിരുന്നു ആരോഗ്യനില മോശമാവുകയും ചെയ്തത്. ഈ 18 ദിവസത്തെ ആശുപത്രിവാസത്തിനിടെ 2 തവണയാണ് ഇതിനു മുമ്പ് ഗുരുതരമായ സാഹചര്യത്തിലൂടെ മാർപ്പാപ്പ കടന്നുപോയത്. ആ 2 തവണയും അതിനെ അതിജീവിക്കാൻ മാർപ്പാപ്പയ്ക്ക് സാധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ആശുപത്രി അധികൃതർ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ കഴിഞ്ഞ 2 തവണ ഉണ്ടായ ഗുരുതരമായ സാഹചര്യത്തെക്കാൾ മോശമായ ആരോഗ്യാവസ്ഥയിലൂടെയാണ് ഇപ്പോൾ മാർപ്പാപ്പ കടന്നു പോകുന്നത് എന്നുള്ളതാണ്. പക്ഷേ സാധ്യമായ എല്ലാ സംവിധാനങ്ങളും, അതായത് കൃത്രിമ ശ്വാസം അടക്കം നൽകിക്കൊണ്ട് മറ്റ് സാങ്കേതിക സംവിധാനങ്ങൾ എല്ലാം പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചികിത്സ തുടരുകയും ചെയ്യുന്നത്. ഒപ്പം പ്രാർത്ഥനകൾ ഇപ്പോഴും തുടരുകയാണ്. വത്തിക്കാൻ ചത്തുരത്തിൽ ഉൾപ്പെടെ ഇപ്പോഴും നിരവധിയായ വിശ്വാസികൾ മാർപ്പാപ്പയുടെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നേരത്തെ മാർപ്പാപ്പ തന്നെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് സന്ദേശം നൽകിയിരുന്നു. തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, തനിക്ക് നിരവധിയായ ആശംസകൾ ഉൾപ്പെടെ എത്തുന്നുണ്ട് എന്ന തരത്തിലൊക്കെ ഈ അസുഖബാധിതനായതിനു ശേഷവും മാർപ്പാപ്പയുടെ ഭാഗത്ത് നിന്ന് സന്ദേശമായി പുറത്തു വന്നിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശങ്കപ്പെടുത്തുന്ന മണിക്കൂറുകളിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. രാത്രി സമയമാണ് എങ്കിൽ പോലും വിശ്വാസികൾ ഇപ്പോഴും പ്രാർത്ഥനകളിൽ അടക്കം മുഴുകിയിരിക്കുന്ന സാഹചര്യമാണ്. ഒപ്പം ആശുപത്രി അധികൃതരും സൂക്ഷ്മമായി തന്നെ മാർപ്പാപ്പയുടെ ആരോഗ്യനില നിരീക്ഷിച്ചു വരികയുമാണ്. ഇതിനിടയിലാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇത്തരം ആശാവർക്കർമാരുടെ സമരം പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും. റൂൾ 50 നോട്ടീസ് ആയി വിഷയം കൊണ്ടുവരാനാണ് പ്രതിപക്ഷ ആലോചന. ആഴക്കടൽ ഖനന നീക്കത്തിൽ നിന്ന് പിന്മാറണം എന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്ന സർക്കാർ പ്രമേയം മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കും. വി അരുൺ ആണ് ചേരുന്നത്. അരുൺ, ഇന്നലെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി പോരിന് സഭ സാക്ഷ്യം വഹിച്ച സാഹചര്യമുണ്ടാകുന്നു. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന പ്രയോഗമടക്കം മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ച സാഹചര്യം. പക്ഷേ ലഹരി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വലിയ തോതിൽ സംസ്ഥാനത്ത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് സഭ ചർച്ച ചെയ്യുകയും ചെയ്തു. ഇന്ന് സഭയിലേക്ക് എന്തൊക്കെ വിഷയങ്ങളാണ് എത്തുന്നത്? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, ആശാപ്രവർത്തകരുടെ സമരമാണ് സഭയിൽ ഇന്ന് പ്രധാനമായും സഭയിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ്. സംസ്ഥാനത്തെ ആരോഗ്യരംഗത്തെ അവിഭാജ്യ ഘടകമായ ആശാപ്രവർത്തകരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതും വിരമിക്കൽ ആനുകൂല്യം അനുവദിക്കുന്നതും ഉൾപ്പെടെയുള്ള ന്യായമായ ആവശ്യങ്ങളിൽ സർക്കാർ നടപടി സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. ഇതാണ് പ്രതിപക്ഷത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകുന്ന നോട്ടീസിന്റെ പ്രധാനപ്പെട്ട ആരോപണം. ഇത് സഭാ നടപടികൾ ഇത് ചർച്ച ചെയ്യാൻ സഭാ നടപടികൾ നിർത്തിവെക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ നോട്ടീസ്. സർക്കാർ ഇത് പരിഗണിക്കാൻ ഇടയില്ല. നമുക്കറിയാം, ആശാ പ്രവർത്തകരുടെ സമരം, അവരുടെ സംഘടന ആരംഭിച്ച സമരം ഇപ്പോൾ ഒരു ജനകീയ സമരമായി മാറുകയാണ്. UDF അതിന് പരസ്യ പിന്തുണ നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. UDFിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ സമരപന്തൽ സന്ദർശിച്ചു കഴിഞ്ഞു. BJPയുടെ നേതാക്കളും ഈ സമര രംഗത്ത് അവർക്ക് പിന്തുണയുമായി ഉണ്ട്. ഇന്ന് BJPയുടെ മഹിളാ മോർച്ച പ്രവർത്തകർ ഐക്യദാർഢ്യവുമായി സെക്രട്ടേറിയറ്റ് മുന്നിലെത്തുന്നു. കെ സുരേന്ദ്രൻ അടക്കമുള്ള BJP നേതാക്കൾ, പി.കെ. കൃഷ്ണദാസിനെപ്പോലുള്ള നേതാക്കളൊക്കെ സമരപന്തലിൽ എത്തുന്നുണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയാണ് പ്രതിപക്ഷം ഇന്ന് ഈ വിഷയം, ആശമാരുടെ പ്രശ്നം സഭയിൽ കൊണ്ടുവരുന്നത്. അടിയന്തര പരിഹാരം സംസ്ഥാനം മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും കൂടുതൽ തുക ഇവർക്ക് നൽകുന്നു എന്ന് പറയുമ്പോഴും അത് വസ്തുതയല്ല. അവരോട് പ്രതികാര മനോഭാവത്തോടുകൂടി സർക്കാരും CPM-ഉം പെരുമാറുന്നു എന്ന വിമർശനമാണ് പ്രതിപക്ഷത്തിനുള്ളത്. ഈ വിഷയം ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നോട്ടീസിലൂടെ സഭയിൽ വരും. ഇന്നലെ ഭരണപക്ഷ MLA ആക്കിയ ശാന്തകുമാരി ഈ വിഷയം സഭയിൽ ഉന്നയിച്ചിരുന്നു. അത് കേന്ദ്രത്തിൽ നിന്ന് പണം നൽകണമെന്നൊരു നിലപാടാണ് അവർ അതിൽ മുന്നോട്ട് വച്ചത്. ഏതായാലും ഈ സഭയിൽ ശക്തമായ വാദപ്രതിവാദങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. മറ്റു പ്രധാനപ്പെട്ട അജണ്ടയുള്ളത് ആഴക്കടൽ ഖനനത്തിനെതിരെ സർക്കാർ പ്രമേയം മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കും. പ്രതിപക്ഷത്തിന്റെ കൂടി പിന്തുണയോടുകൂടി ഏകകണ്ഠമായ പ്രമേയം പാസാക്കാനാണ് സാധ്യത. ആഴക്കടൽ ഖനന നീക്കത്തിൽ നിന്ന് കേന്ദ്രം പിന്മാറണം. സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും മത്സ്യസമ്പത്ത് ഇല്ലാതാക്കുന്ന നീക്കമാണത്. സംസ്ഥാനം
ഒരു തരത്തിലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. പലതവണ കേന്ദ്രത്തിനെതിരെ ഇക്കാലത്ത് കേന്ദ്രത്തിനോട് കത്തിലൂടെ സംസ്ഥാനം നിലപാട് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടു എന്ന നിലപാടും സംസ്ഥാന സർക്കാർ അറിയിക്കും. ഏതായാലും അത് പ്രധാനപ്പെട്ട അജണ്ടയാണ്. മുഖ്യമന്ത്രിയുടെ വകുപ്പുകൾ ഉൾപ്പെടെയുള്ള ഡിമാൻഡ് ചർച്ചയാണ് ഇന്ന് സഭയിലുള്ളത്. അതായത് മുഖ്യമന്ത്രി ഇന്ന് ആ ചർച്ചയ്ക്കും മറുപടി പറയേണ്ടി വരും. സംസ്ഥാന ഭരണത്തലവന്മാർ, മന്ത്രിമാർ, ആസ്ഥാന ഉദ്യോഗസ്ഥന്മാർ, നീതിന്യായ നിർവഹണം തുടങ്ങിയ പൊതുഭരണ വകുപ്പിന് കീഴിലുള്ള വിഷയങ്ങളുടെ സാമ്പത്തിക ബജറ്റിലെ ധനാഭ്യർത്ഥ ചർച്ചയും വോട്ടെടുപ്പുമാണ് നടക്കേണ്ടത്. അതിനൊടുവിൽ മുഖ്യമന്ത്രിയുടെ മറുപടിയും ഇന്ന് സഭയിലുണ്ടാകും. യെസ്, എന്തായാലും സഭയിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വിഷയങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ ആണ് VV അരുൺ നൽകിയത്. ആശാവർക്കർമാരുടെ സമരം, അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ലഹരി വ്യാപനം ശക്തമാകുന്ന സാഹചര്യം, ഇങ്ങനെ സർക്കാരിനെതിരായ വിമർശനങ്ങൾ അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിനിടയിലാണ് CPIഎമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തിന് നാളെ കൊല്ലത്ത് പതാക ഉയരാൻ പോകുന്നത്. 486 പ്രതിനിധികൾ ആണ് പങ്കെടുക്കുക. രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിനൊപ്പം സംസ്ഥാനത്തിൻ്റെ വികസന മുന്നേറ്റം എങ്ങനെ വേണം എന്ന് വ്യക്തമാക്കുന്ന രേഖയും സമ്മേളനത്തിൽ വിശദമായി ചർച്ച ചെയ്യും. CPIഎമ്മിന് അതിശക്തമായ സംഘടനാ അടിത്തറയുള്ള ജില്ലയാണ് കൊല്ലം. ശൂരനാട് കലാപത്തിന്റെ നാട് സമര പാരമ്പര്യത്തിലും പിന്നിലല്ല. CPIഎമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലം ഒരുങ്ങിക്കഴിഞ്ഞു. പതാക, കൊടിമര, ദീപശിഖാ ജാഥകൾ നാളെ പൊതുസമ്മേളന വേദിയായ ആശ്രാമം മൈതാനത്ത് സംഗമിക്കും. പാർട്ടി പതാക ഉയരുന്നതോടുകൂടി സമ്മേളനത്തിന് തുടക്കമാകും. പ്രതിനിധി സമ്മേളനം വ്യാഴാഴ്ച പൊളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. എറണാകുളം സമ്മേളനത്തിന് ശേഷം സംസ്ഥാനത്തും ദേശീയതലത്തിലുമുണ്ടായ രാഷ്ട്രീയ സംഭവവികാസങ്ങളും സംഘടനാ പ്രവർത്തനങ്ങളും വിശദമാക്കുന്ന പ്രവർത്തന റിപ്പോർട്ട് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവതരിപ്പിക്കും. വിമർശനവും സ്വയം വിമർശനവും അടങ്ങിയ റിപ്പോർട്ടിൽ 2 ദിവസം വിശദ ചർച്ച നടക്കും. സർക്കാരിന്റെ പ്രവർത്തനങ്ങളും ഇഴകീറി പരിശോധിക്കപ്പെടും. എറണാകുളം സമ്മേളനം കൈക്കൊണ്ട തീരുമാനങ്ങളും തെറ്റുതിരുത്തൽ നടപടികളും എവിടം വരെയായി എന്ന പരിശോധനയും പ്രധാനമാണ്. സംഘടനാ ചർച്ചകൾക്കപ്പുറം സംസ്ഥാന വികസനം ചർച്ച ചെയ്യുന്ന പ്രത്യേക രേഖ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കും. പൊതുസമ്മേളന നഗരിയിൽ പതാക ഉയർത്തുന്നതോടുകൂടി സമ്മേളന നടപടിക്ക് തുടക്കം കുറിക്കും. 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉന്നം, അതിവിപുലമായ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ത്യയിൽ ഉയർത്തിക്കൊണ്ടുവരിക. തുടർഭരണത്തിൽ തുടർച്ച ഉറപ്പിച്ചാണ് CPIഎമ്മും സർക്കാരും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഇത്തവണയും വികസന രേഖ ഇത്ര പ്രാധാന്യം നൽകി അവതരിപ്പിക്കുന്നത്. ഭരണം തുടരാൻ വേണ്ട നയപരവും രാഷ്ട്രീയവുമായ നിർദ്ദേശങ്ങളും സമ്മേളനത്തിൽ ഉയരും. സെക്രട്ടറി സ്ഥാനത്ത് MV ഗോവിന്ദൻ തുടരുമെങ്കിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. സംസ്ഥാന സമിതിയിലും പുതുമുഖങ്ങൾക്ക് വഴിയൊരുങ്ങും. VV അരുൺ, ന്യൂസ് 18, കൊല്ലം. CPIഎമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമാകുമ്പോൾ CPIയിൽ അംഗങ്ങൾക്ക് മദ്യപിക്കാമോ എന്നതിനെ ചൊല്ലിയുള്ള ആശയക്കുഴപ്പം അവസാനിക്കുന്നില്ല. മദ്യപിക്കാമെന്നും പരസ്യമായി മദ്യപിച്ച് പാർട്ടിക്ക് നാണക്കേട് ഉണ്ടാക്കരുത് എന്നും പറഞ്ഞ സംസ്ഥാന സെക്രട്ടറി തന്നെ മുൻ നിലപാട് വിഴുങ്ങി. മാധ്യമങ്ങളാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ പുതിയ വ്യാഖ്യാനം. മദ്യപാനം ഒരു ശീലമാക്കുകയോ പൊതുസ്ഥലങ്ങളിൽ മദ്യപിച്ച നിലയിൽ പങ്കെടുത്ത് പാർട്ടിയുടെ യശസ്സിന് കളങ്കമുണ്ടാക്കുകയോ ചെയ്യരുത്. മദ്യപിച്ചുകൊണ്ട് പൊതുവേദിയിൽ ഹാജരാകാൻ പാടില്ല. മദ്യവർജനമാണ് പാർട്ടിയുടെ നയം. കമ്മ്യൂണിസ്റ്റുകാർ പരസ്യമായിട്ട് മദ്യപിച്ച് 4 കാലിൽ വരാൻ പാടില്ല ജനങ്ങളുടെ മുമ്പിൽ. പാർട്ടി അംഗങ്ങൾ മദ്യപിക്കുന്നത് ശരിയാണോ എന്ന ഉൾപാർട്ടി സംശയങ്ങൾക്ക് അറുതി വരുത്താനെന്ന വണ്ണം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പാർട്ടി ആസ്ഥാനത്ത് വച്ച് ജനുവരി 10 പറഞ്ഞതാണിത്. മദ്യപാനവുമായി ബന്ധപ്പെട്ട പാർട്ടി പെരുമാറ്റച്ചട്ടത്തിൽ അണികൾക്കു മാത്രമല്ല നേതാക്കൾക്കും ആശയക്കുഴപ്പമുണ്ടെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സെക്രട്ടറിയുടെ വിശദീകരണം. എന്നാൽ നവയുഗത്തിലൂടെ ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക് നൽകിയ കത്തിൽ നിലപാടിൽ നിന്ന് ബിനോയ് വിശ്വം പിന്നോട്ടു പോയി എന്ന് മാത്രമല്ല പഴി മുഴുവൻ മാധ്യമങ്ങൾക്ക് മേൽ ചാരുകയും ചെയ്തു. മുതലാളിത്ത സമൂഹത്തിൽ ജീവിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെയും പിടികൂടാനിടയുള്ള സാമൂഹ്യ തിന്മകളെക്കുറിച്ചും അതിൽ നിന്ന് മാറി നിൽക്കേണ്ടതിനെക്കുറിച്ചുമാണ് പെരുമാറ്റച്ചട്ടം പറയുന്നത്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് വിരോധം തലയ്ക്ക് പിടിച്ച മാധ്യമ പ്രവൃത്തികൾ മദ്യപാനത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുവാദം കൊടുത്തു എന്ന മട്ടിൽ വ്യാഖ്യാനിച്ചു എന്ന് ബിനോയ് വിശ്വം പരിതപിക്കുന്നു. അത് ഏറ്റുപിടിക്കാൻ പാർട്ടിക്ക് അകത്തും പുറത്തുമുള്ളവർ ശ്രമിച്ചെന്നും വിമർശനമുണ്ട്. എന്തുകൊണ്ട് മാധ്യമങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു എന്നതിന് 5 കാരണങ്ങളും ഗവേഷണത്തിലെന്ന വണ്ണം
ബിനോയ് കണ്ടെത്തി പറയുന്നുണ്ട്. ബ്രാഞ്ച് സമ്മേളനങ്ങളിലെ ചർച്ചകളിൽ രാഷ്ട്രീയ ഉള്ളടക്കമില്ലെന്ന നവയുഗത്തിന്റെ കഴിഞ്ഞ ലക്കത്തിലെ കത്തിൽ ബിനോയ് വിശ്വം പറഞ്ഞിരുന്നു. മാധ്യമങ്ങളിലൂടെ സെക്രട്ടറിയുടെ ഈ വിമർശനം ശ്രദ്ധയിൽപ്പെട്ട അണികൾ നിരവധി കത്തുകളാണ് സെക്രട്ടറിക്കെതിരെ പാർട്ടി ആസ്ഥാനത്തേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് പതിവില്ലാത്ത വിധമുള്ള ഈ മാധ്യമ വിമർശനത്തിന് ബിനോയ് വിശ്വത്തെ പ്രേരിപ്പിച്ചതെന്നാണ് കരുതുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ഈ തരത്തിൽ ലഹരി ഉപയോഗം അല്ലെങ്കിൽ മദ്യപാനവുമായി ബന്ധപ്പെട്ട മദ്യത്തെയും ലഹരിയായി തന്നെയാണ് കണക്കാക്കുന്നത്. CPIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട് മാറ്റം ആണ് ആ റിപ്പോർട്ട് എങ്കിൽ സംസ്ഥാനത്ത് ഇപ്പോൾ ലഹരി വ്യാപനം വ്യാപകമാകുന്ന സാഹചര്യമാണുള്ളത്. ലഹരി ഉപയോഗം തടയാൻ തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങളിലും ബോട്ട് ലാൻഡിംഗ് ഏരിയകളിലും പോലീസിന്റെ വ്യാപകമായ പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. സംസ്ഥാനത്തുടനീളം ഇത്തരത്തിലുള്ള പരിശോധന നടക്കുന്നുണ്ട്. പെരുമാതുറ സ്വദേശി അസറുദ്ദീനിൽ നിന്ന് ലഹരി മരുന്ന് പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ വെള്ളിയാഴ്ച ഓപ്പറേഷൻ ഡി ഹണ്ട് റെയ്ഡിനിടെ പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റിരുന്നു. ഡാൻ കുര്യൻ ആണ് ചേരുന്നത് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാൻ, വലിയ തോതിൽ ലഹരി പിടിമുറുക്കുന്ന സാഹചര്യമുണ്ട്. സമൂഹം ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരു പശ്ചാത്തലം. പല പ്രദേശങ്ങളിലും ഫ്ലെക്സ് ബോർഡുകളടക്കം ഉയരുന്ന സാഹചര്യമുണ്ട്. ലഹരിയുമായി കണ്ടെത്തിയാൽ അടി വാങ്ങേണ്ടി വരും എന്ന തരത്തിൽ. അപ്പോൾ സഹികെടുകയാണ് ജനങ്ങൾ എന്നാണ് മനസ്സിലാക്കുന്നത്. ഏത് നിലയിലാണ് ഇപ്പോൾ ഭരണകൂടം പ്രവർത്തിക്കുന്നത്? പക്ഷേ തുടർച്ചയായി സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഉണ്ടായിരുന്ന അക്രമ സംഭവങ്ങളിൽ ലഹരി കേസുകളിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം ഏറിയതോടെയാണ് ഇതിനെതിരായ നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നും ശക്തമായിരിക്കുന്നത്. തിരുവനന്തപുരത്ത് മാത്രം കടനംകുളത്ത് ഉൾപ്പെടെ ലഹരിയുടെ ആസക്തിയിലാണ് ഒരു യുവതിയെ അതിക്രൂരമായി ജോൺസൺ ഔസേപ്പ് കൊലപ്പെടുത്തിയതെന്നായിരുന്നു അന്ന് പുറത്തു വന്ന സൂചനകൾ. അതിന് പിന്നാലെയാണ് തിരുവനന്തപുരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ടായത്. ഈ സാഹചര്യത്തിലാണ് റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ റൂറൽ നാർക്കോട്ടിക്സ് ഡിവൈഎസ്പി നേതൃത്വം നൽകിയ സംഘം ഇന്നലെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന നടത്തിയത്. കടലംകുളം, ആറ്റിങ്ങൽ, വർക്കല, അഞ്ചുതെങ്ങ് തുടങ്ങിയ മേഖലകളിലായിരുന്നു പ്രധാനമായും പരിശോധന. ഈ പരിശോധനകളിൽ വ്യാപകമായി ലഹരിയുടെ സാന്നിധ്യമുണ്ടെന്ന് സംശയിക്കുന്ന സ്ഥലങ്ങളിലേക്ക് മിന്നൽ പരിശോധനയായി വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് ഉദ്യോഗസ്ഥർ എത്തിയത്. ആ പരിശോധനയ്ക്കിടയിലാണ് നേരത്തെയും കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള അസറുദ്ദീൻ എന്ന 26-കാരനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പെരുമാതുറ സ്വദേശിയാണ് ഇയാൾ. ഈ പരിശോധന വ്യാപകമായി തന്നെ തുടരാനാണ് പോലീസിന്റെ നീക്കം. അതോടൊപ്പം ആൾത്തിരക്കേറിയ സ്ഥലങ്ങളിൽ സംശയാസ്പദമായി കാണുന്ന ആളുകളെ കൃത്യമായി നിരീക്ഷിച്ച് ഈ ലഹരിയുടെ സാന്നിധ്യം അവരുടെ കൈവശമുണ്ടോ എന്ന് ഉറപ്പാക്കുന്നതിനുള്ള പരിശോധനകളും പോലീസ് സജീവമാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. യെസ്, ഡാൻ കുര്യൻ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സംസ്ഥാനത്ത് വ്യാപകമായി ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന ഒരു പശ്ചാത്തലം കൂടിയാണുള്ളത്. പല അക്രമ സംഭവങ്ങളും ലഹരി ഉപയോഗത്തെ തുടർന്ന് എന്ന് അറിയുന്ന സാഹചര്യമുണ്ട്. വിദ്യാർത്ഥികൾക്കിടയിലും ഇത്തരത്തിൽ ലഹരിയുടെ ഉപയോഗം വ്യാപകമാകുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത്. എന്തായാലും ഇപ്പോൾ പോലീസ് കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. വ്യാപകമായ പരിശോധനയാണ് നടക്കുന്നത്. അതേസമയം കോഴിക്കോട് താമരശ്ശേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒരു വിദ്യാർത്ഥി കൂടി കസ്റ്റഡിയിൽ എന്ന സൂചന. കേസിലെ പ്രതികളിൽ ഒരാൾ അടുത്ത സുഹൃത്താണ് എന്നും പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. മൊബൈൽ ഫോണിൽ നിന്ന് ഷഹബാസും ഒത്തുള്ള ഫോട്ടോകൾ ലഭിച്ചു. ഷഹബാസിൻ്റെ കുടുംബാംഗങ്ങളുമായും ഈ പ്രതിക്ക് പരിചയമുണ്ട് എന്നതാണ് വിവരം. കുറ്റകൃത്യത്തിന് മുതിർന്നവർ പ്രേരണയായിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. സജീവ് സി വാര്യർ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സജീവ്, ഇപ്പോൾ പ്രതികളുടെ പട്ടികയിലേക്ക് ഒരു കുട്ടി കൂടി എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ഈ മുതിർന്നവർക്കിതിൽ പങ്കുണ്ടോ എന്ന സംശയത്തിലേക്ക് പോലീസിനെ എത്തിക്കുന്നത്? അഭിലാഷ്, ഇന്ന് നമ്മൾ രാവിലെ റിപ്പോർട്ട് ചെയ്ത പോലെ, അതായത് കൂടുതൽ വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോലീസ്. അതിൻ്റെ ഭാഗമായാണ് ഒരു കുട്ടിയെ കൂടി കസ്റ്റഡിയിൽ എടുത്തത്. ആ കുട്ടിക്ക് ഈ അക്രമത്തിൽ പങ്കുണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞു. കാരണം സമീപത്തുള്ള എല്ലാ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. നേരത്തെ CCTV ദൃശ്യങ്ങൾ എടുത്തിരുന്നു. അതിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയിരുന്നു. തുടർന്ന് കൂടുതൽ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. ഒപ്പം തന്നെ ശാസ്ത്രീയമായ മറ്റ് അന്വേഷണ രീതികളും അവലംബിച്ചിരുന്നു. നഞ്ചക്ക് കണ്ടെടുത്തത് നേരത്തെ ഒരു TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതിയുമായി ബന്ധമുള്ള പിതാവിൻ്റെ പക്കൽ നിന്നാണ്, ആ വീട്ടിൽ നിന്നാണ് കണ്ടെടുത്തതെന്നൊരു
വിവരം ലഭിച്ചിരുന്നു. അതായത് ഇപ്പോൾ 5 പ്രതികൾ ഉള്ളതിൽ ഒരു പ്രതിയുടെ വീട്ടിൽ നിന്നാണ് നഞ്ചക്ക് കണ്ടെടുത്തത്. നഞ്ചക്ക് കൊണ്ടുള്ള മർദ്ദനത്തിലാണ് തലയോട്ടി പൊട്ടി ഗുരുതരമായ പരിക്ക് ഏൽക്കുന്ന ഒരു സാഹചര്യം ഷഹബാസിനുണ്ടായത് എന്ന് മെഡിക്കൽ കോളേജ് അധികൃതരും വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ച് വരികയായിരുന്നു. കൂടുതൽ കുട്ടികളെ ഇപ്പോഴും ചോദ്യം ചെയ്ത് വരികയാണ്. ചോദ്യം ചെയ്യാൻ മൊഴിയെടുക്കുന്ന പ്രക്രിയയാണ് നടക്കുന്നത്. ഇതിൽ പങ്കുണ്ട് എന്ന് കാണുന്ന കുട്ടികളെ കൂടുതൽ പേരെ പ്രതി ചേർക്കാനുള്ള ആലോചനയിലാണ് പോലീസ്. കാരണം ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ കൂട്ടം കൂടി ചെയ്യുന്നതാണ് എന്ന് വ്യക്തമായിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ട്. ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്ത, അതായത് ഇപ്പോൾ ഈ കേസിൽ പ്രതിയായിട്ടുള്ള ഒരു കുട്ടി ഈ ഷഹബാസിൻ്റെ ഉറ്റ സുഹൃത്താണ് എന്നും വ്യക്തമായിരിക്കുന്നു. ഈ മൊബൈൽ ഫോണിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത് വ്യക്തമായത്. കുടുംബാംഗങ്ങളുമൊത്ത് ഒക്കെ ഈ കുട്ടി നേരത്തെ അവരുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ അത്രത്തോളം അടുപ്പമുണ്ടായിരുന്ന കുട്ടിയാണ്. മറ്റു സ്കൂളിൽ ഇവർ ഒന്നിച്ച് പഠിച്ചിരുന്നു. ഈ അക്രമികളായ കുട്ടികളിൽ ഒരാൾ ആ ഉറ്റ സുഹൃത്തായിരുന്നു നേരത്തെ എന്നുള്ളത് ഞെട്ടിക്കുന്ന ഒരു വിവരം കൂടിയാണ്. ഒപ്പം തന്നെ ഈ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള അക്രമത്തിന് പ്രേരണ ചെലുത്തിയത് രക്ഷിതാക്കൾ അടക്കമുള്ള മുതിർന്ന ആരെങ്കിലുമാണോ എന്നുള്ള കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതിയുമായി ബന്ധമുള്ള, അതായത് നേരത്തെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളുടെ മകൻ ഇതിൽ പ്രതിയാണ്. അയാളുടെ വീട്ടിൽ നിന്നാണ് നഞ്ചക്ക് കണ്ടെടുത്തത്. കുട്ടിക്ക് നഞ്ചക്ക് ഇയാൾ തന്നെ കൊടുത്തുവിട്ടതാണോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അക്രമത്തിന് പ്രേരണ ചെലുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യമെല്ലാം തന്നെ അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അവരെ കൂടി പ്രതി ചേർക്കുന്ന ഒരു സാഹചര്യമുണ്ടാകും. കൂടുതൽ ആളുകൾ പ്രതി ചേർക്കപ്പെടും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. 10ാം ക്ലാസ് പരീക്ഷ നടക്കുന്നു. ഇപ്പോൾ പുതിയതായി കസ്റ്റഡിയിലെടുത്ത കുട്ടിയും 10ാം ക്ലാസ് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. അത് പരീക്ഷ സെൻറ്റർ മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ കുറേ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ വിവരങ്ങൾ ഇപ്പോൾ പോലീസ് വളരെ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്. തുടർന്നുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് വരും ദിവസങ്ങളിൽ പരീക്ഷ എഴുതേണ്ടതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അക്കാര്യം എങ്ങനെയാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളിലും പരിശോധന നടക്കുകയാണ്. അഭിലാഷ്. യെസ്, ഒപ്പം സജീവ ഒരു കാര്യം കൂടിയുള്ളത്, ഈ സൂചിപ്പിച്ചതുപോലെ ഈ പ്രതികളിൽ ഒരാൾ കൂടിയുണ്ട്. നിലവിൽ 5 കുട്ടികൾ ആണല്ലോ പ്രതിപട്ടികയിൽ ഉള്ളത്. 10ാം ക്ലാസ് പരീക്ഷ നടക്കുന്ന സമയമാണ്. അവർക്ക് പ്രത്യേകമായി ജുവനൈൽ ഒബ്സർവേഷൻ ഹോമിലാണ് താമസിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ അങ്ങനെയെങ്കിൽ 6ാമത്തെ കുട്ടി എന്ന് വേണമല്ലോ നമുക്ക് മനസ്സിലാക്കാൻ. ഈ പരീക്ഷാകാലമാണ്. ഈ കുട്ടിയെയും അങ്ങനെയെങ്കിൽ ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടാകില്ലേ? അത്തരം നീക്കങ്ങൾ നടക്കുന്നുണ്ടോ? അതായത് നേരത്തെ ഈ കുട്ടികളെ അതേ സ്കൂളിൽ പരീക്ഷ എഴുതിപ്പിക്കാനുള്ള ഒരു നീക്കമായിരുന്നു പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. പോലീസ് സുരക്ഷയിൽ തന്നെ പരീക്ഷ എഴുതിക്കാം എന്ന് ആയിരുന്നു ധരിച്ചിരുന്നത് 5 പ്രതികളെ. എന്നാൽ അത് വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ ഈ കുട്ടികളെ അവിടെ എത്തിക്കാൻ അനുവദിക്കില്ല, വഴിയിൽ തടയും എന്നുള്ള രീതിയിൽ വിദ്യാർത്ഥി സംഘടനകളെല്ലാം തന്നെ മുന്നോട്ട് വന്ന സാഹചര്യത്തിലാണ് കുട്ടികളുടെ പരീക്ഷ ഈ ജുവനൈൽ ഹോമിനടുത്തുള്ള വെളിമാട് എന്ന സ്കൂളിൽ നടത്താമെന്ന് തീരുമാനിച്ചത്. എന്നാൽ അക്കാര്യം പരീക്ഷാ ഭവനുമായി പോലീസ് അന്വേഷണ സംഘം ആശയവിനിമയം നടത്തിയിരുന്നു. അക്കാര്യത്തിൽ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിനിടെ അവിടെയും തടയുമെന്നുള്ള അവസ്ഥ വന്നപ്പോഴാണ് ജുവനൈൽ ഹോമിൽ തന്നെ പ്രത്യേകം പരീക്ഷാ ഹാൾ ഒരുക്കി അവിടെ അവർക്ക് പരീക്ഷ എഴുതാനുള്ള സാഹചര്യം ഒരുക്കുന്ന ഒരു ഘട്ടമുണ്ടായത്. ഇപ്പോൾ 6ാമത്തെ ആളെ പ്രതി ചേർക്കുന്ന ഒരു സാഹചര്യത്തിൽ അയാളെ കൂടി ജുവനൈൽ ഹോമിൽ ഉള്ള പ്രത്യേക പരീക്ഷാ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതടക്കമുള്ള നടപടികൾ വേണ്ടിവരും. അതിന് പരീക്ഷാ ഭവനുമായി ആലോചിച്ച് വേണ്ടിവരും അക്കാര്യം തീരുമാനിക്കാൻ. നിലവിലുള്ള പരീക്ഷാ സെന്റർ മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഉള്ള സാങ്കേതികമായ കാര്യങ്ങൾ ഇനി പൂർത്തിയാക്കേണ്ടി വരും. റൈറ്റ്. എന്തായാലും പ്രതികളുടെ പട്ടികയിലേക്ക് ഒരാൾ കൂടി എത്തുന്നു. പല പ്രേക്ഷകരും യൂട്യൂബിലടക്കം ചോദിക്കുന്നത് എന്തുകൊണ്ട് ഈ CPIM നേതാക്കളുമായും ഒക്കെ ബന്ധമുള്ള ആളുകളുടെ, അതായത് ഈ കുട്ടിയുടെ പിതാവിൻ്റെ പേര് പറയുന്നില്ല റിപ്പോർട്ട് ചെയ്യുമ്പോൾ, ഇയാൾ എന്നൊക്കെയാണല്ലോ എഴുതി കാണിക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് മൈനർ ആയിട്ടുള്ള പ്രതികൾ ആണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് കുട്ടികളുടെ പേരുകൾ പറയുക എന്നത് പ്രായോഗികമല്ല. അതോടൊപ്പം തന്നെ കുട്ടികളുടെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടാതിരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് അവരുടെ രക്ഷിതാക്കളുടെ പേരുകളും, അതായത് ഈ രക്ഷിതാക്കൾക്ക് മറ്റ് മുതിർന്ന രാഷ്ട്രീയ നേതാക്കളുമൊക്കെയായി പങ്കുണ്ട് എന്ന വാർത്തയൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടി വരുമ്പോൾ പോലും പേരുകൾ പറയാത്തത് എന്നതുകൂടി ഓർമ്മിപ്പിക്കട്ടെ. എന്തായാലും ഇത്തരം അക്രമ സംഭവങ്ങൾ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് അടുത്ത വാർത്തയിൽ നിന്നും വ്യക്തമാകുന്നത്. തിരുവനന്തപുരം കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലും വിദ്യാർത്ഥിക്ക് മർദ്ദനം ഏറ്റിരിക്കുന്നു. 2ാം വർഷ BBA വിദ്യാർത്ഥി ക്രിസ്റ്റോ എസ് ദേവിനാണ് മർദ്ദനമേറ്റത്. ഇവിടെയും 3 വിദ്യാർത്ഥികൾ ചേർന്നാണ് മർദ്ദിച്ചത് എന്നാണ് പരാതി. മുഖത്തും തലയ്ക്കുമാണ് മർദ്ദനമേറ്റത്. എക്സാം കഴിഞ്ഞിട്ട് ക്ലാസ്സിലോട്ട് പോകുന്ന വഴിക്ക് അടുത്ത ക്ലാസ്സിലിരിക്കുന്ന
പരീക്ഷ എഴുതുന്ന അർജുൻ എന്ന് പറയുന്ന ഒരു പയ്യൻ എന്നെ വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ കേൾക്കാത്ത പോലെ കുറച്ചു ദൂരം പോയിട്ട് അപ്പൊ വീണ്ടും വിളിക്കുന്ന കേട്ടിട്ട് ഞാൻ തിരിച്ച് പോയി എന്തെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു എന്തിനാ ചെറിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നിന്നെ ചെറിഞ്ഞില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവ ഒരു ചീത്ത വിളിച്ചു. അപ്പോൾ ഞാനും ഒരുമാതിരി പറഞ്ഞു. എന്നിട്ട് ഞാൻ ക്ലാസ്സിലോട്ട് പോയായിരുന്നു. ക്ലാസ്സിൽ നിന്നപ്പോൾ ഇവർ 3 പേരായിട്ട് അർജുന്റെ കൂട്ടുകാരന്മാർ 2 പേരും കൂടെ ആയിട്ട് എന്നെ മർദ്ദിക്കുകയായിരുന്നു. ആദ്യം റോഹൻ എന്ന് പറയുന്ന ഒരു പയ്യൻ തള്ളി, പിന്നെ അർജുൻ, അനന്തൻ, റോഹൻ 3 പേരുമായിട്ട് മാറി മാറി തലയിൽ മുഖത്തുമായിട്ടൊക്കെ മർദ്ദിക്കുകയായിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നത് അരുൺ മോഹനാണ്. അരുൺ, മർദ്ദനം ഏറ്റത് വ്യക്തമാകുന്നുണ്ട്, മുഖത്ത് പരിക്കുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയും സീനിയർ വിദ്യാർത്ഥികളാണോ ഈ മർദ്ദിച്ചത്? അത്തരം കാര്യങ്ങളിൽ വ്യക്തതയുണ്ടോ? അഭിലാഷ്, ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് സീനിയർ വിദ്യാർത്ഥികളല്ല, സഹപാഠികളാണ് തമ്മിൽ തല്ലിയതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം വൈകിട്ട് 4 മണിയോടുകൂടിയായിരുന്നു സംഭവം. പരീക്ഷ കഴിഞ്ഞ് പോവുകയായിരുന്നു. മർദ്ദനമേറ്റത് ക്രിസ്ത്യൻ കോളേജിലെ BBA വിദ്യാർത്ഥിയായ ക്രിസ്റ്റോ ദേവിനാണ് മർദ്ദനമേറ്റത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ഈ ക്രിസ്റ്റോ ദേവും ചില ഒരു സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഈ പറയുന്ന പരാതിയിൽ പറയുന്നത് തന്നെ അനന്തൻ, റോഹൻ, അർജുൻ ഇവരുമായിട്ട് സുഹൃത്തുക്കളായിരുന്നു. എന്നാൽ അടുത്തിടെ ഇവരുമായി പിരിഞ്ഞ് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമായിരിക്കാമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതിനുള്ള വൈരാഗ്യമാണ് ഈ പരീക്ഷ കഴിഞ്ഞിറങ്ങിയപ്പോൾ ഇവർ തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും തുടർന്ന് മർദ്ദനത്തിലേക്ക് കലാശിച്ചെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സംഘം ചേർന്ന് ഈ പറയുന്ന ക്രിസ്തുയെ ഇവർ മർദ്ദിക്കുകയായിരുന്നു. മുഖത്തും തലയ്ക്കുമൊക്കെ കാര്യമായ മർദ്ദനം ഏറ്റു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒപ്പം അദ്ദേഹത്തിന്റെ കവിൾ ആഴത്തിലുള്ള മുറിവേറ്റിട്ടുണ്ട് എന്ന് പറയുന്നു. എന്തായാലും ഇയാളിപ്പോൾ കാട്ടാക്കട ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. പിതാവിന്റെ സഹായത്തോടുകൂടി കാട്ടാക്കട പോലീസ്. സഹപാഠികൾ തമ്മിലാണ് ഈ സംഘർഷം ഉണ്ടാകുന്നത്. സഹപാഠികൾ തമ്മിൽ വഴക്കൊക്കെ ഉണ്ടാവുക എന്നത് എപ്പോഴും നടക്കുന്ന ഒന്നാണ്. പക്ഷേ ഇത്രമേൽ ക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ കുട്ടികൾ മാറുന്നു എന്നതാണ് ആശങ്കപ്പെടുത്തുന്നത്. വാർത്തകൾ തുടരും ഇടവേളയ്ക്ക് ശേഷം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില വീണ്ടും വഷളായി. കടുത്ത അണുബാധയും ശ്വാസതടസ്സവും നേരിടുന്നതായി ജമേലി ആശുപത്രി അധികൃതർ അറിയിച്ചു. വെന്റിലേറ്ററിൽ സാധ്യമായ എല്ലാ പരിചരണവും നൽകുന്നുണ്ടെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി. വിവരങ്ങളുമായി KP അഭിലാഷ്. ഇതിനിടെ പലതവണ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ ആശങ്കകൾ ഉണ്ടായെങ്കിലും ഒരു സ്ഥിരതയോടെ തിരിച്ചു വരികയാണെന്ന പ്രതീക്ഷകളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ കുറച്ചുകൂടി ഗൗരവമേറിയതാണെന്ന് തോന്നുന്നു. എന്താണ് ജമേലി ആശുപത്രി അറിയിക്കുന്നത്? ശ്രീജ, ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ആശുപത്രിയിൽ തുടരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇപ്പോഴത്തെ അവസ്ഥ അതീവ ഗുരുതരം എന്നാണ് ജമേലിയ ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. ശ്രീജ സൂചിപ്പിച്ചതുപോലെ ഇതിനു മുമ്പ് പലപ്പോഴായി ആരോഗ്യനില മോശമായിരുന്നുവെങ്കിലും പിന്നീട് തിരിച്ചു വരുന്ന സാഹചര്യം ആണ് ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം അനുസരിച്ച് കഴിഞ്ഞ 18 ദിവസത്തിനിടയിലെ ഏറ്റവും ഗുരുതരമായ സാഹചര്യത്തിലൂടെയാണ് മാർപ്പാപ്പയുടെ ആരോഗ്യനില കടന്നു പോകുന്നത് എന്നുള്ളതാണ്. പലതവണയായി മാർപ്പാപ്പയ്ക്ക് ശ്വാസതടസ്സം ഉണ്ടായി എന്നത് മാത്രവുമല്ല, അണുബാധ അതിരൂക്ഷവുമാണ് എന്നതാണ് ആശുപത്രി അധികൃതരെ ഏറെ ആശങ്കപ്പെടുത്തുന്നത്. നേരത്തെ തന്നെ വെന്റിലേറ്ററിൻ്റെയും മറ്റ് സാങ്കേതിക സംവിധാനങ്ങളുടെയും സഹായത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്തി പോന്നിരുന്നത്. അതിനിടയിൽ കാര്യമായ പുരോഗതി ആരോഗ്യനിലയിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതി ഉണ്ടായതായി ആശുപത്രി അധികൃതർ അറിയിച്ചിരുന്നു. മാർപ്പാപ്പ സ്വയം ഭക്ഷണം കഴിക്കുകയും പത്രം വായിക്കുകയും ഒക്കെ ചെയ്തു എന്നതും അത് നല്ല ലക്ഷണങ്ങളാണ് എന്ന തരത്തിലുള്ള പ്രതികരണമായിരുന്നു ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. എന്നാൽ പിന്നീട് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം, അതായത് വത്തിക്കാൻ സമയം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം, ഇപ്പോൾ വത്തിക്കാനിൽ പുലർച്ചെ 2 മണിയാണ് സമയം, സാങ്കേതികമായി കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം ആരോഗ്യനില മോശമായി എന്നുള്ളതാണ് വസ്തുത. അത് മാത്രവുമല്ല, സൂചിപ്പിച്ചതുപോലെ ഫെബ്രുവരി 14 ആയിരുന്നു മാർപ്പാപ്പയെ ബ്രോങ്കൈറ്റിസ് ബാധയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് ന്യൂമോണിയ കൂടി ബാധിച്ചതോടുകൂടിയായിരുന്നു ആരോഗ്യനില മോശമാവുകയും ചെയ്തത്. ഈ 18 ദിവസത്തെ ആശുപത്രിവാസത്തിനിടെ 2 തവണയാണ് ഇതിനു മുമ്പ്
ഗുരുതരമായ സാഹചര്യത്തിലൂടെ മാർപ്പാപ്പ കടന്നുപോയത്. ആ 2 തവണയും അതിനെ അതിജീവിക്കാൻ മാർപ്പാപ്പയ്ക്ക് സാധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ആശുപത്രി അധികൃതർ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ കഴിഞ്ഞ 2 തവണ ഉണ്ടായ ഗുരുതരമായ സാഹചര്യത്തെക്കാൾ മോശമായ ആരോഗ്യാവസ്ഥയിലൂടെയാണ് ഇപ്പോൾ മാർപ്പാപ്പ കടന്നു പോകുന്നത് എന്നുള്ളതാണ്. പക്ഷേ സാധ്യമായ എല്ലാ സംവിധാനങ്ങളും, അതായത് കൃത്രിമ ശ്വാസം അടക്കം നൽകിക്കൊണ്ട് മറ്റ് സാങ്കേതിക സംവിധാനങ്ങൾ എല്ലാം പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചികിത്സ തുടരുകയും ചെയ്യുന്നത്. ഒപ്പം പ്രാർത്ഥനകൾ ഇപ്പോഴും തുടരുകയാണ്. വത്തിക്കാൻ ചത്തുരത്തിൽ ഉൾപ്പെടെ ഇപ്പോഴും നിരവധിയായ വിശ്വാസികൾ മാർപ്പാപ്പയുടെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നേരത്തെ മാർപ്പാപ്പ തന്നെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് സന്ദേശം നൽകിയിരുന്നു. തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, തനിക്ക് നിരവധിയായ ആശംസകൾ ഉൾപ്പെടെ എത്തുന്നുണ്ട് എന്ന തരത്തിലൊക്കെ ഈ അസുഖബാധിതനായതിനു ശേഷവും മാർപ്പാപ്പയുടെ ഭാഗത്ത് നിന്ന് സന്ദേശമായി പുറത്തു വന്നിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശങ്കപ്പെടുത്തുന്ന മണിക്കൂറുകളിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. രാത്രി സമയമാണ് എങ്കിൽ പോലും വിശ്വാസികൾ ഇപ്പോഴും പ്രാർത്ഥനകളിൽ അടക്കം മുഴുകി. 9 മണി വാർത്ത അവസാനിക്കുകയാണ്. അതിനു മുമ്പ് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു റിപ്പോർട്ടിലേക്കാണ്. പ്രത്യേകിച്ച് മലയാളികളുടെ ജീവിത നിലവാരം ഉയരുകയാണ്. ഇന്നിപ്പോൾ വാഹനങ്ങളില്ലാത്ത വീടുകൾ വളരെ കുറവാണ്. എന്നാൽ ഈ വാഹനങ്ങൾക്ക് തീ പിടിക്കുന്നതും വർദ്ധിച്ചു വരികയാണ്. 2022 മുതലുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ 207 അപകടങ്ങൾ ആണ് ഉണ്ടായിട്ടുള്ളത്. ഈ തീ പിടിച്ചുണ്ടാകുന്ന അപകടങ്ങൾക്ക് പ്രധാന കാരണങ്ങളിൽ ഒന്ന് വാഹനങ്ങളിൽ നടത്തുന്ന ആൾട്ടറേഷൻ ആണ് എന്നാണ് ഗതാഗത വകുപ്പിന്റെ കണ്ടെത്തൽ. ഇങ്ങനെയുണ്ടാകുന്ന അപകടങ്ങളിൽ വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് ക്ലെയിം കിട്ടാതിരിക്കാൻ സാധ്യതയുണ്ട് എന്നുകൂടി അറിയിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. ഈ റിപ്പോർട്ടോടെ 9 മണി വാർത്ത പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ട്രെൻഡ്സുമായി TG സജിത്ത് ചേരും. നമസ്കാരം. ഈ ദൃശ്യങ്ങൾ മലയാളികൾ മറന്നു കാണില്ല. കണ്ണൂരിൽ പൂർണ്ണ ഗർഭിണിയായ ഭാര്യയും ഭർത്താവും ഈ അപകടത്തിൽ മരിച്ചു. കുടുംബവുമൊത്ത് ആശുപത്രിയിലേക്കുള്ള യാത്രക്കിടെ ഡ്രൈവർ സീറ്റിനരികിൽ നിന്നും പെട്ടെന്ന് തീ ഉയരുകയും ക്യാബിൻ മുഴുവനായി കത്തിപ്പിടിക്കുകയുമായിരുന്നു. ഗതാഗത വകുപ്പിന്റെ അന്വേഷണത്തിൽ കാറിൽ പല വിധത്തിലുള്ള എക്സ്ട്രാ ഫിറ്റിംഗുകളും ഘടിപ്പിച്ചിരുന്നതായി കണ്ടെത്തി. നിലവാരം കുറഞ്ഞ ഈ ഫിറ്റിംഗുകളിലെ ഷോർട്ട് സർക്യൂട്ട് ആയിരുന്നു അപകട കാരണം. ഈ സംഭവത്തിൽ എന്ന പോലെ വാഹനത്തിൽ ഘടിപ്പിക്കുന്ന ഗുണനിലവാരം കുറഞ്ഞ എക്സ്ട്രാ ഫിറ്റിംഗുകളാണ് എപ്പോഴും പ്രധാന വില്ലൻ. ഇവ കാറുകൾക്ക് കൂടുതൽ ഇലക്ട്രിക്കൽ ലോഡ് നൽകുകയും അതുവഴി എളുപ്പത്തിൽ ഷോർട്ട് സർക്യൂട്ടിനും തുടർന്ന് തീപിടുത്തത്തിനും കാരണമാകുന്നു. കൃത്യമായി അല്ല ഇവ കാറുകളിൽ ഫിറ്റ് ചെയ്യുന്നതെങ്കിൽ അപകടം കൂടുതൽ എളുപ്പത്തിൽ സംഭവിക്കും. മാർക്കറ്റിൽ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന ഇൻഫോർടൈൻമെന്റ്, മ്യൂസിക് സിസ്റ്റം, ക്യാമറ തുടങ്ങിയവ വിളിച്ചു വരുന്ന അപകടങ്ങൾ ചെറുതല്ല. ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിംഗ് കട്ട് ചെയ്യുന്നതാണ്. നമ്മൾ പുറമേ നിന്ന് എക്സസൈസ് പിടിപ്പിക്കുമ്പോഴത്തേക്കും അവർ ചെയ്യുന്നത് ഈ വയറിംഗ്, അതായത് നമ്മുടെ ഇപ്പോൾ വാഹനത്തിൽ വരുന്ന വയറിങ്ങിനെ കട്ട് ചെയ്തിട്ടാണ് അവർ ലൂപ്പ് ചെയ്യുന്നത്. കട്ടിയിട്ട് ലൂപ്പ് ചെയ്തിട്ട് അതിന് ഒരു സോൾഡർ ചെയ്യും. പക്ഷേ വിഷയം എന്ന് പറഞ്ഞാൽ അത് അവിടെ ഇരുന്ന് പ്രശ്നം ഉണ്ടാവും. അത് അവിടെ ഇരുന്ന് സോൾഡറിങ് എല്ലാം ലൂസായതിനു ശേഷം അതൊരു തീപിടുത്തത്തിലേക്ക് നയിക്കും. പിന്നെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ലോ ക്വാളിറ്റി വയറാണ്. അവർ ചെയ്യുമ്പോഴത്തേക്കും അവർ ഏറ്റവും കുറഞ്ഞ കോസ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും അത്രയും ക്വാളിറ്റിയുള്ള വയറുകൾ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ ഇത് കൃത്യമായിട്ടുള്ള ലോഡ് താങ്ങാത്തതുകൊണ്ട്, ലോഡ് താങ്ങാതെ വരുമ്പോഴും ഇതിങ്ങനെ തീപിടുത്തത്തിലേക്ക് കാരണമാവാം. ഫ്യൂവൽ സിസ്റ്റത്തിലെ ചോർച്ച മറ്റൊരു കാരണമാണ്. ഫ്യൂവൽ പമ്പിലെ കേടുപാടുകൾ, ഫ്യൂവൽ ടാങ്ക്, ഫ്യൂവൽ ഇഞ്ചക്ടറിലെ തകരാറുകൾ എന്നിവ തീപിടുത്തത്തിന് വഴിവെക്കും. കാറിലെ ബ്രേക്ക് ഓയിൽ, സ്റ്റിയറിംഗ് ഓയിൽ തുടങ്ങിയവയുടെ ചോർച്ചയും ഒരു കാരണമാണ്. ഇവ നേരിട്ട് തീപിടുത്തത്തിന് കാരണമാകില്ലെങ്കിലും ഇത്തരം ലീക്കുകൾ ഷോർട്ട് സർക്യൂട്ട് മൂലമുണ്ടാകുന്ന ചെറിയ തീ പോലും വലിയ അപകടത്തിലേക്ക് എത്തിക്കും. എപ്പോഴും മാനുഫാക്ചർ കൊടുക്കുന്ന ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് ആയിരിക്കും. ഇത് ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് അല്ലാത്ത സാധനങ്ങൾ വയ്ക്കുമ്പോഴത്തേക്കും ഇത് ബാറ്ററിയിൽ നടക്കുന്ന ലോഡ്, അതൊരു വലിയൊരു വിഷയമാണ്. ബാറ്ററിയിൽ നടക്കുന്ന ലോഡും വളരെ കൂടിയ ലോഡായിരിക്കും ബാറ്ററിയിൽ നടക്കുന്നത്. അപ്പോൾ കൂടുതൽ ലോഡ് വരുമ്പോഴത്തേക്കും ഈ വയറിംഗ്, അതായത് നമ്മളിപ്പോൾ എടുക്കുന്ന ലോ കോസ്റ്റ് ആക്സസറീസിൻ്റെ വയറിംഗ് ഇത് ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. സപ്പോർട്ട് ചെയ്യാതിരിക്കുമ്പോഴും ഈ വയറിംഗ് അവിടെ ഇരുന്നിട്ട് തീ പിടിക്കാനുള്ള, ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി തീ പിടിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കാറിലെ പുകക്കുഴലുകൾക്ക് സമീപം പ്ലാസ്റ്റിക്, കടലാസ്, പുല്ല് എന്നിവയുണ്ടെങ്കിലും കുഴപ്പമാണ്. പുകക്കുഴലിലെ ഉയർന്ന ചൂട് ഇവ എളുപ്പത്തിൽ തീ പിടിക്കാൻ സാഹചര്യമുണ്ടാക്കും. വാഹനങ്ങളുടെ കാലപ്പഴക്കവും മറ്റൊരു കാരണമാണ്. ഒരുപാട് കാലം ഉപയോഗിക്കാതിരുന്ന വാഹനം കൃത്യമായി ചെക്കപ്പുകൾ നടത്താതിരിക്കുന്നതും വാഹനങ്ങളുടെ ഇലക്ട്രിക്കൽ വയറിങ്ങുകൾ എലി കയറുന്നതും അപകടം ക്ഷണിച്ചു വരുന്നതാണ്. ശ്രദ്ധിക്കുക, ബേസ് മോഡൽ വാഹനങ്ങൾ വാങ്ങി അവയിൽ കമ്പനി അംഗീകാരമില്ലാത്ത സ്ഥാപനങ്ങളിൽ നിന്നും ആക്സസറീസ് ഫിറ്റ് ചെയ്ത് ടോപ്പ് എൻഡിലേക്ക് എത്തിക്കുന്ന പുതിയൊരു രീതി ഇന്ന് നിലവിലുണ്ട്. പല അപകടങ്ങളും അകാരണമെന്ന് തോന്നാമെങ്കിലും ഇവയ്ക്ക് പിന്നിലെ പ്രധാന വില്ലൻ ഇത്തരം മോഡിഫിക്കേഷനുകളാണ്. വളരെ ശക്തിയേറിയ ഹൈബീം ലൈറ്റുകൾ, മ്യൂസിക് സിസ്റ്റം, ഇൻഫോർടൈൻമെന്റ്, ക്യാമറ എന്നിവയെല്ലാം ഈ ഗണത്തിൽ പെടുന്നവയാണ്. അപകടം നടന്നത് ഇത്തരം മോഡിഫിക്കേഷൻ കാരണമാണെന്ന് കണ്ടെത്തിയാൽ
ഇൻഷുറൻസ് തുക നിരസിക്കപ്പെടാൻ വരെ സാധ്യതയുണ്ട്. പല അപകടങ്ങളിലും യാത്രക്കാർ രക്ഷപ്പെടുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. എപ്പോഴും ഈ ഭാഗ്യം തുണയായി ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് ഇത്തരം ആഡംബരങ്ങൾ ഒഴിവാക്കുന്നതാവും നമുക്ക് നല്ലത്. ക്യാമറാമാൻ സന്തോഷിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില വീണ്ടും വഷളായി.